ഹലോ, ഇന്ന് പുതിയൊരു ഇനിഷ്യേറ്റീവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നൊരു ദിവസം GK സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാറ്റിവെക്കാനും നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും കുറേ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനും ഇന്നൊരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കാനുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ഇന്നലെ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യം മുതൽ നമുക്ക് ടോപ്പിക്കുകൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ഇന്നത്തെ ദിവസം നമ്മുടെ ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ഇന്നത്തെ ദിവസം ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നത് ഗായത്രി മിസ് ഉണ്ടാവും, ഗീതു മിസ് ഉണ്ടാവും, അതുപോലെ അമൃത മിസ് ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും പേരാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് ഇന്നത്തെ ഇനിഷ്യേറ്റീവ്, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി GK സബ്ജക്ട്സ് ഒരുപാട് പേര് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നതാണ്, കുറേ ടൈം എടുക്കുന്നത്, അല്ലെങ്കിൽ ബാക്കി സബ്ജക്ട്സുകൾ മാക്സിമം റീസണിങ്ങും ഒക്കെ കവർ ചെയ്തിട്ടും ആ GKയിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ചെറിയൊരു സമയം കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള എക്സാംസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യും, ആ ഏരിയാസൊക്കെ ഒന്ന് നമുക്ക് കവർ ചെയ്ത് പോവുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഇനിഷ്യേറ്റീവാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം പോകുന്നത് എങ്ങനെയാണെന്ന് ആദ്യം ഞാൻ ഇന്നത്തെ ഷെഡ്യൂൾ കാണിച്ച് തന്നെ നിങ്ങളെ മനസ്സിലാക്കാം. ഇപ്പോൾ 9 മണിക്ക് എൻ്റെ സെഷനോടുകൂടിയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് ഇന്ന് ഓരോ ദിവസവും പല പല ടൈം ലൈനിലായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുകയും എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുകയും പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രത്യേകം നമ്മളൊരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. മാത്രമല്ല SSCയുടെ CHSL എക്സാം ഒരു 55 ദിവസം അല്ലെങ്കിൽ 50 ദിവസത്തിനപ്പുറം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ GK സബ്ജക്ട്സ് മൊത്തത്തിൽ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് പ്രത്യേകിച്ചും ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിയർലി നിങ്ങൾ ഫോളോ ചെയ്യുക, ഉറപ്പായിട്ടും നല്ല മാർക്ക് GK പാർട്ടിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഇന്ന് വരാൻ പോകുന്ന യൂട്യൂബ് ക്ലാസ്സുകളുടെ ഷെഡ്യൂളാണ് ഇതിനകത്ത് കാണുന്നത്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഫസ്റ്റ് സെഷൻ ഞാനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സെഷനാണ്. അത് ഇന്ത്യൻ പൊളിറ്റിയിലെ ഹിസ്റ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കും അതുപോലെ ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും, ഈ 2 ടോപ്പിക്കുകളാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. ഇനി അടുത്ത സെഷൻ വരുന്നത് 11 AM 11 AM 11 മണിക്ക് ഗായത്രി മിസ്സിൻ്റെ ടോപ്പിക്കുകളാണ് വരുന്നത്. പ്രിയാമ്പിൾ, ഷെഡ്യൂൾസ്, പാർട്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കഷൻ അവിടെ ഉണ്ടാവും. അതിനുശേഷം അടുത്ത സെഷൻ വരുന്നത് 1 മണിക്കാണ്. യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെഷൻസ് ആണ് വരുന്നത്. അവിടെ ഗീതു മിസ് ആയിരിക്കും 1 മണിക്ക് വരുന്നത്. അതിനുശേഷം 4 മണിക്ക് അമെൻമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് തുടങ്ങിയ ടോപ്പിക്കുകളുമായിട്ട് അമൃത മിസ്സും ആയിരിക്കും. ഇങ്ങനെയാണ് ഷെഡ്യൂൾ വരുന്നത്. അവസാനം 7 മണിക്ക് ലൈവ് സെഷൻ ഉണ്ടാവും. അത് നമ്മൾ രാവിലെ മുതൽ പഠിച്ച ടോപ്പിക്കുകളെ ബന്ധപ്പെടുത്തി കുറേ ക്വസ്റ്റ്യൻ സീരീസുമായിട്ടായിരിക്കും വരുന്നത്. ആ ലൈവ് സെഷനും ഞാൻ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. 7 മണിക്കാണ് ആ ലൈവ് സെഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, ഇത്രയും ടോപ്പിക്സിലൂടെ കടന്നുപോയാൽ തന്നെ നമ്മൾ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം പഠിക്കുക, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നൊരു ഉദ്ദേശമല്ല. പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് പൊളിറ്റി പഠിച്ച് തീർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു ദിവസം കൊണ്ട് ഒരു കാരണവശാലും ഈ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എന്നൊരു സബ്ജക്റ്റ് ഒരു കാരണവശാലും കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുക എന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഷെഡ്യൂൾ എല്ലാവരും ഫോളോ ചെയ്യുക, നോട്ടുകൾ ഉണ്ടാക്കുക. ഒന്നാമത് പറയുന്നു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ബുക്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഷെഡ്യൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ കുറച്ച് സമയം മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാൻ എനിക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ ടോപ്പിക്കുകളായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? റെഡി ആണല്ലോ? ഓക്കെ. അപ്പോൾ എൻ്റെ ടോപ്പിക്ക് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. കണ്ടൻസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്കുകൾ ഈ 2 പോയിന്റുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നൊരർത്ഥമില്ല. ഈ 2 ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ്,
ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്കും പഠിക്കുന്നത് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് തന്നെ ഫോളോ ചെയ്താൽ, ഇത് മാത്രം ഫോളോ ചെയ്താൽ നമുക്ക് മൊത്തം മാർക്ക് സ്കോർ ചെയ്യാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയുണ്ട്. അങ്ങനെയല്ല, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് ഏതെങ്കിലും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൽ എൻറോൾ ചെയ്ത് പഠിക്കാം. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പോൾ ആദ്യം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ പോളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭരണഘടന അപ്പം നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ്, ആരൊക്കെയാണ് ഭരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ് ഇന്ത്യൻ പോളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യ ഭരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫൈനൽ റൂൾസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ബുക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ക്ലിയർലി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇനി എക്സാം പോയിന്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പഠിക്കേണ്ടതെന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ ഭരണം നടന്നിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പൊക്കെ ഇന്ത്യയിൽ ഭരണം നടന്നിരുന്നത് ബ്രിട്ടീഷുകാരാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിന്ന് നമുക്കിത് തുടങ്ങണം. അതുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന രീതിയിൽ നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് ഇന്ത്യയുടെ ഭരണത്തിൻ്റെ സ്റ്റാർട്ടിങ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഭരണം നടത്തി തുടങ്ങിയത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാണ്. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് 1757 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നു. ആരൊക്കെ തമ്മിലാണെന്ന് അറിയാമോ? റോബർട്ട് ക്ലൈവ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് ക്ലൈവ് വേഴ്സസ് സിറാജുദ്ദൗള. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റോബർട്ട് ക്ലൈവ് വേഴ്സസ് സിറാജുദ്ദൗളയാണ് 1757 എന്ത് നടക്കുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡായിട്ട് റോബർട്ട് ക്ലൈവും ഇന്ത്യയിൽ നമ്മുടെ പ്രതിനിധിയായിട്ട്, ബംഗാളിൻ്റെ പ്രതിനിധിയായിട്ട് സിറാജുദ്ദൗളയാണ് ഇതിനകത്ത് മത്സരിക്കുന്നത്. അപ്പോൾ അതിലെ വിന്നർ എന്ന് പറയുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ് വിജയിക്കുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം ഇന്ത്യയിൽ തുടങ്ങാൻ കാരണമായതും ഏത് വഴിയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി വഴിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് തുടക്കം എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഇന്ത്യയിലെ ഗവർണർ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, ഗവർണർ ഓഫ് ബംഗാൾ, ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ട് അധികാരത്തിൽ വരുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഗവർണർ ഓഫ് ഇന്ത്യ എന്നല്ല, ഗവർണർ ഓഫ് ബംഗാൾ എന്നാണ് ഞാൻ പറഞ്ഞതിന് കാരണം ഇന്ത്യ മുഴുവൻ ഒറ്റയടിക്ക് പിടിച്ചടക്കുകയായിരുന്നില്ല. അപ്പം ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. സോ ഗവർണർ ഓഫ് ബംഗാൾ, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ? റോബർട്ട് ക്ലൈവ് ആണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞു. പിന്നീട് ഇവർ ഇന്ത്യയിൽ ഭരണം തുടങ്ങുകയും ഇന്ത്യയിൽ ഓരോ പ്രദേശങ്ങളാക്കി പിടിച്ചെടുക്കുകയും പയ്യെ മൊത്തത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് പല പുതിയ നിയമങ്ങളും അവർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഫസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കുന്ന ആദ്യത്തെ നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇന്ത്യയിൽ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഈ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ, ഇന്ത്യയിലെ അല്ല, നമുക്ക് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നേ പറയാൻ പറ്റും. അവിടെയും ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അപ്പോൾ ഗവർണർ എന്ന പദവി മാറി പകരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയതാരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ബാറ്റിൽ ഓഫ് പ്ലാസി പറഞ്ഞു, റെഗുലേറ്റിംഗ് ആക്ട് പറഞ്ഞു. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി ആണ് ഇന്ത്യയിൽ ഭരണത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞെങ്കിലും
ഫസ്റ്റ് ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഗുലേറ്റിംഗ് ആക്ട് ആണ് 1773. ഇനി ഇങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും 20 വർഷം കൂടുമ്പോഴും പുതിയ പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടുകൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആക്ടുകളും അതിൽ നിന്ന് വന്ന കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇനിയും പഠിച്ചു പോകുന്നത്. അപ്പോൾ അടുത്തത് ചാർട്ടർ ആക്ട് 1833. ചാർട്ടർ ആക്ട് 1833. ഈ ആക്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അധികാരം അവർ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി മാറ്റി പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത് 1833. അങ്ങനെ ഒരു പദവിയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് 1833. ആ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. ഇതാണ് ഈ ഒരു ആക്ടിന്റെ ഇമ്പോർട്ടൻസ്. വാറൻ ഹേസ്റ്റിങ്സ് അല്ല, വില്യം ബെൻഡിക് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇതാണ് ഈ ഒരു ആക്ടുമായിട്ട്, ചാർട്ടർ ആക്ട് 1833 ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1833 ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? വില്യം ബെൻഡിക് ആണ്. പിന്നീട് അടുത്തൊരു ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ഒരു ആക്ടിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1857 1857 റിവോൾട്ട് ഓഫ് 1857 എന്ന് നമ്മൾ പറയുന്ന ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സംഘടിത കലാപം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് റിവോൾട്ട് ഓഫ് 1857 ആണ്. അപ്പോൾ ആ ഒരു റിവോൾട്ട് നടന്ന് തൊട്ടടുത്ത വർഷം വരുന്ന ആക്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഈ ഒരു ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിനെ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ പറയാം. വിക്ടോറിയ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ക്യൂൻ വിക്ടോറിയയാണ് ഈ ഒരു ആക്ട് പറയുന്നത്. അതുപോലെ തന്നെ ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നൊക്കെ അറിയുന്ന ആക്ടാണ്. ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻ ആക്ട് ഫോർ എ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ നിലവിൽ വന്ന ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ആൻ ആക്ട് ഫോർ എ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആൻ ആക്ട് ഫോർ എ ബെറ്റർ ഗവൺമെന്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് നിലവിൽ വരുന്ന ആക്ടും 1858. അപ്പോൾ ഈ ഒരു ആക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും കൂടെ പറയാം. ഈ ഒരു ആക്ട് നിലവിൽ വരുമ്പോഴാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അത്രയും നാൾ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം എൻഡ് ചെയ്തു. അവരുടെ പവർ ഇല്ലാതാക്കി, അവരുടെ പവർ നിർത്തലാക്കി. പകരം ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് ക്രൗണിൽ നിന്ന് ഭരണം സ്റ്റാർട്ട് ചെയ്തത് ഏത് ആക്ട് വഴിയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പൊ പവർ ഓഫ് ദ ക്രൗൺ, ഡയറക്റ്റ് പവർ ഓഫ് ക്രൗൺ കെയിം ഇൻ ടു ഫോഴ്സ്. ബ്രിട്ടനിൽ നിന്ന് ഡയറക്റ്റ് ക്രൗൺ അധികാരം, അതായത് ഇന്ത്യയുടെ അധികാരം കൈമാറിയ ആക്ടും 1858 ആക്ടാണ്. അപ്പോൾ ഇത് മൂന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1858 ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു മാറ്റം കൂടി വന്നു 1858. എന്താണ്? ഇത്രയും നാള് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിലായിരുന്നു ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് അറിയപ്പെട്ടത്. അപ്പോൾ ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് മാറ്റി പകരം വൈസ് റോയ് ഓഫ് ഇന്ത്യ എന്നാക്കി ആ ഒരു പോസ്റ്റിനെ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേര് പോസ്റ്റ് മാറ്റി പകരം വൈസ് റോയ് എന്നാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വൈസ് റോയ് ആയിരുന്ന അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്നായിരുന്ന ആളാണ് ആദ്യത്തെ വൈസ് റോയ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൈസ് റോയ് ഓഫ് ഇന്ത്യ ആരാന്നറിയോ? ഫസ്റ്റ് വൈസ് റോയ് ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് വൈസ് റോയ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പേരാണ് ലോർഡ് കാനിങ്. ഈ ഒരു പേര് ഓർത്തോളുക. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ആരാണ്? വില്യം ബെൻഡിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ലോർഡ് കാനിങ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. എന്താണ് ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത? എല്ലാ ആക്ടുകളെ പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഈ ഒരു ആക്ടിനെയാണ് എന്തറിയപ്പെട്ടിരുന്നത് അറിയാമോ? മിന്റോ മോർലി റിഫോംസ് എന്നറിയപ്പെട്ടത്. മിന്റോ മോർലി റിഫോംസ് എന്നറിയപ്പെട്ടിരുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത്
ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അത് ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ആയിരുന്ന ആളുകളുടെ പേര് വെച്ചിട്ടാണ് ആ ഒരു ആക്ടിനെ നെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മിൻറ്റോ മോർലി റിഫോംസ് എന്നറിയപ്പെടുന്നത്. മിൻറ്റോ മോർലി റിഫോംസ് 1909 ആക്ടിനെയാണ് മിൻറ്റോ മോർലി റിഫോംസ് എന്നറിയപ്പെടുന്നത്. ഒരു പോയിന്റ് മാത്രം ഞാൻ മിൻറ്റോ മോർലി റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്, കമ്മ്യൂണിറ്റി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റീജിയൻ വൈസ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സജഷൻ അക്സെപ്റ്റ് ചെയ്തത് മിൻറ്റോ മോർലി റിഫോംസ് വഴിയാണ്. കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ് എന്ന സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന ഒരു ആവശ്യം അക്സെപ്റ്റ് ചെയ്ത ആക്ടും ഏതാണ്? മിൻറ്റോ മോർലി റിഫോംസ് ആണ്. അപ്പോൾ 1909 മിൻറ്റോ മോർലി റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കി. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 മിൻറ്റോ മോർലി റിഫോംസ് എന്നറിയപ്പെട്ടു. 1919 ഈ ഒരു ആക്ടിനെ അറിയപ്പെടുന്ന പേരാണ് മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണ്. ഇതും ആ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അതുപോലെ തന്നെ വൈസ്രോയുമായിരുന്ന ആൾക്കാരുടെ പേരിൽ നിന്നാണ് ഈ ഒരു ആക്ടിനെ ഇങ്ങനെ നെയിം ചെയ്തത്. അപ്പോൾ മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെട്ടത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി രണ്ട് ആക്ടുകളുടെ കാര്യം നമ്മൾ ഒരുമിച്ചാണ് പറഞ്ഞല്ലേ. 1909 ആക്ട് മിൻറ്റോ മോർലി റിഫോംസ് എന്നും 1919 ആക്ട് മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്നുമാണ് അറിയപ്പെട്ടത്. ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത, 1919 ആക്ടിന്റെ പ്രത്യേകത ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളല്ല, മറ്റു കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ എക്സാം പോയിന്റിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ബൈക്യാമറലിസം നോട്ട് ചെയ്ത് വെച്ചോണം, ആൻഡ് ഡയാർക്കി. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊവിൻസസിൽ ബൈക്യാമറലിസം ആൻഡ് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ട് വഴിയാണ്? മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് വഴിയാണ്. ബൈക്യാമറലിസവും ഡയാർക്കിയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡയാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ദ്വിഭരണം എന്ന് പറയാം. ഭരിക്കാനുള്ള സബ്ജക്റ്റുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറേ സബ്ജക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് വൈസ്രോയുടെ അണ്ടറിൽ ഭരിച്ചു വന്നു. ചിലത് ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും ഒക്കെ പറഞ്ഞ് രണ്ടായിട്ട് ഭരണത്തെ അല്ലെങ്കിൽ ഭരിക്കുന്ന സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്തിട്ട് ഭരിക്കുന്ന സിസ്റ്റമാണെന്ന് മാത്രം മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബൈക്യാമറലിസം എന്ന് വെച്ചാൽ സിസ്റ്റം ഓഫ് ടു ഹൗസസ്, രണ്ട് ഹൗസുകളുള്ള സിസ്റ്റത്തെയാണ് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. രണ്ട് സിസ്റ്റം ഓഫ് ഹൗസസ്, നമുക്കറിയാം ലോക്സഭയും രാജ്യസഭയും രണ്ട് ഹൗസുകളാണ് നമുക്കിപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ ബൈക്യാമറലിസം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ടു ഹൗസസ് ആണ്. ഓക്കെ, ഇനി അവസാനത്തത് ഞാനിവിടെ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്താണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് അറിയുമോ? ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ ആക്ട്, ലെങ്തിയസ്റ്റ് ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഒരുപാട് കാര്യങ്ങളുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതുപോലെ തന്നെ ഈ ഒരു ആക്ടിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറേ കടപ്പെട്ടിരിക്കുന്ന ഒരു ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുകൊണ്ട് തന്നെ ഈ ആക്ടിനെ അറിയപ്പെടുന്ന പേരാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ആക്ടുകൾ നമ്മൾ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോയത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതെല്ലാം ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ SSCയുടെ CHSLന്റെ കോഴ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു 40, 50, 60 ദിവസം, 50, 55 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. CHSL വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സമയം കൊണ്ട് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഫണ്ടമെന്റൽസ് ഒക്കെ ഉള്ളവർക്ക് പ്രാക്ടീസ് ബാച്ച് ആയിട്ടാണ് മാത്സ് ക്ലാസ്സുകൾ വരുന്നത്. അതുപോലെ തന്നെ റീസണിങ്ങും GK സബ്ജക്റ്റും ഇംഗ്ലീഷും ഉൾപ്പെടെ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂപ്പൺ കോഡ് CHSL 50 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് വെച്ചിട്ട് ഇപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ 2999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാം. എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു വർഷമാണ്, 1 ഇയർ ആണ് ഇതിന് കിട്ടുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തുകൊള്ളുക. മാത്രമല്ല CHSLന്റെ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ കൂടെ തന്നെ ഇതേ പ്രൈസിന് വേറെ ഒരു എക്സ്പെൻസും ഇല്ലാതെ നിങ്ങൾക്ക് SSCയുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ആക്സസും കിട്ടും. അതായത് 300+ അവേഴ്സ് വരുന്ന ക്ലാസ്സസ് ആണ് ഫൗണ്ടേഷൻ കോഴ്സിലുള്ളത്. അതിന്റെ ആക്സസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് SSC CHSLന്റെ കോഴ്സ്
എൻറോൾ ചെയ്യുക. അതിനുവേണ്ടി ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്താണ് ഈ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് വരികയാണ്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം. ആ അസംബ്ലിയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ആ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് അവർ ഡിസ്കസ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ആവശ്യം അക്സെപ്റ്റ് ചെയ്ത മിഷനാണ് അല്ലെങ്കിൽ കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ ഓഫ് 1946. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിൽ സിറ്റുവേഷന് വേണ്ടി പഠിക്കാൻ വന്ന കമ്മീഷനാണ് ആ ക്യാബിനറ്റ് മിഷൻ 1946. ഏത് കമ്മിറ്റിയുടെ, ഏത് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഏത് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ക്യാബിനറ്റ് മിഷൻ 1946. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതുകൊണ്ടാണ് ക്യാബിനറ്റ് മിഷനെ പറ്റി പറഞ്ഞത്. അങ്ങനെ എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡേറ്റ് ഓർക്കുക, December 6, 1946. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോംഡ് ഓൺ December 6, 1946. 1946 December 6 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ഇനി എന്നാണ് അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് ചോദിച്ചാലോ December 9, 1946. December 9 ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ ആദ്യം മീറ്റിംഗ് കൂടുമ്പം ഒരു ടെമ്പററി പ്രസിഡന്റിനെ എലക്ട് ചെയ്തു. ആരായിരുന്നു ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് അല്ലെങ്കിൽ ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന പേര് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ ടു അഡ്രസ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ അഡ്രസ് ചെയ്ത് സംസാരിച്ച ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്നറിയോ? അത് JB കൃപലാനിയാണ് ഫസ്റ്റ് പേഴ്സൺ ടു അഡ്രസ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ December 9 ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് December 11 നടക്കുന്നത്. അപ്പോൾ ആ ഒരു മീറ്റിംഗ് സമയത്ത് ഒരു പെർമനന്റ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു പെർമനന്റ് പ്രസിഡന്റിനെ അവിടുന്ന് എലക്ട് ചെയ്യാണ്. അങ്ങനെ പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ആക്ടഡ് ആസ് ഫസ്റ്റ് പെർമനന്റ് പ്രസിഡന്റ്. അപ്പൊ ടെമ്പററി പ്രസിഡന്റിന്റെ പേര് നമ്മൾ പറഞ്ഞു, ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതേസമയം പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിന്റെ കൂടെ തന്നെ കുറേ പോസ്റ്റുകൾ എലക്റ്റഡ് ആയി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ട് എലക്ട് ചെയ്ത് ആരെയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഉത്തരം ഡോക്ടർ BN റാവു. ഡോക്ടർ BN റാവു വാസ് എലക്റ്റഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ട് എലക്ട് ചെയ്തത് ഡോക്ടർ BN റാവുവിനെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഒരുപാട് എലക്ഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന അല്ലെങ്കിൽ ആളുകളെ ചുമതലപ്പെടുത്തി വൈസ് പ്രസിഡന്റുകൾ, പ്രസിഡന്റിന്റെ കാര്യം മാത്രം പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറിന്റെ കാര്യം മാത്രം പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് ഞാൻ പറയുന്നത് December 13, 1946. അന്നാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ എയിം, എവിടെ നിന്നാണ് അതിന് അധികാരം കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരാണ് പ്രസന്റ് ചെയ്തത് എന്ന് ചോദിക്കാം. അത് ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ December 13, 1946 പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഇമ്പോർട്ടൻസ്? 1946 December 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു പ്രസന്റ് ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ചില മാറ്റങ്ങൾക്ക് വിധേയമായി പിന്നീട് എന്തായി മാറുന്നത്? ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിനെ എന്തറിയപ്പെടുന്നത്? ഫാദർ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടാൻ കാരണം എന്താണ്? ഇദ്ദേഹമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്തത് ഡിസംബർ 13, 1946. പിന്നീട് ഡിസംബർ 13 പ്രസന്റ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ്. ഒരു മാസത്തിന് ശേഷം ഡിസംബർ 13 കഴിഞ്ഞാൽ അടുത്ത ജനുവരി 11. ജനുവരി 11, 1947 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർലി ഓർത്തു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്യുക, ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളിത് റിവൈസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു ഡേറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ഈ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നറിയോ? എന്താണ്? ജൂലൈ 22, 1947 ഇമ്പോർട്ടൻസ്. അതായത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഒരു ഗവൺമെൻറ് കംപ്ലീറ്റ് ഫോമിൽ ഒരു ഗവൺമെൻറ് നിലവിൽ വരുന്നത് വരെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, നാഷണൽ സോങ് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ടതും അംഗീകരിക്കേണ്ടതും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് നാഷണൽ ഫ്ലാഗ് അക്സെപ്റ്റ് ചെയ്തത്? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ജൂലൈ 22, 1947. ജൂലൈ 22, 1947 നാഷണൽ ഫ്ലാഗ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ജൂലൈ 22 കഴിഞ്ഞ് തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് 15, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ ജൂലൈ 22, 1947 നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. ഈ സ്വാതന്ത്ര്യം കിട്ടി കൃത്യം 2 ആഴ്ച കഴിയുമ്പോൾ, അപ്പോൾ ഓഗസ്റ്റ് 15 കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 29. 15ൻ്റെ കൂടെ 14 കൂടെ കൂട്ടി. ഓഗസ്റ്റ് 29 എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് കരുതപ്പെടുന്ന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. കോൺസ്റ്റിറ്റ്യൂഷന്റെ റിട്ടൺ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി അപ്പോയിന്റഡ് ആയ കമ്മിറ്റി. ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന ഡേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 29, 1947. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29, 1947. 1947 ഓഗസ്റ്റ് 29. ഡേറ്റ് ഓർത്തോളുക. ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ആർക്കിടെക്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ വിളിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആയോ? വളരെ എളുപ്പമുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. റെഡിയല്ലേ? ഓക്കെ. ഇനി കുറച്ച് ഡേറ്റുകളാണ് ഇതിനകത്ത് കാണുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളുണ്ട്. നവംബർ 26, 1949. എന്താണെന്നറിയോ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി കുറേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്നു. ആ അസംബ്ലിയിൽ തന്നെ കുറേ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ചേർന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പല കമ്മിറ്റീസും ഫോം ചെയ്തത്. അപ്പോൾ ഓരോ കമ്മിറ്റീസിനും ഓരോ ഹെഡ് ഉണ്ടായിരുന്നു, ഓരോ ചെയർമാൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി റിസർച്ച് ചെയ്ത് പലതരത്തിൽ വീണ്ടും ഇതിൻ്റെ ഇൻഫോർമേഷൻസ് കമ്പൈൽ ചെയ്ത് ഫൈനലി ഒരു ഫോമിൽ അവർ കൊണ്ടുവന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. എന്നിട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് നടത്തി ഫൈനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അഡോപ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്ത ദിവസം ചോദിച്ചാൽ നവംബർ 26, 1949. അപ്പോൾ മറക്കരുത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. Constitution adopted by the Constituent Assembly on November 26, 1949. ഇനി അതിനുശേഷം ജനുവരി 26, 1950 ഈ ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. നിലവിൽ വരുന്ന ഡേറ്റ് ആണ് 1950 ജനുവരി 26. ക്ലിയർ ആയോ? അപ്പോൾ ഈ 2 ഡേറ്റ് തിരിഞ്ഞു പോകരുത്. നവംബർ 26, 1949 അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ജനുവരി 26, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. ഇതിന് 2 ദിവസം മുമ്പ് ജനുവരി 24 ഈ ഒരു ദിവസം കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവസാനത്തെ മീറ്റിംഗ്, അവസാനത്തെ സെഷൻ ആയിരുന്നു. ഈ ദിവസമാണ് നാഷണൽ സോങ് ആൻഡ് നാഷണൽ ആന്തം അക്സെപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി.
നമ്മൾ നാഷണൽ ഫ്ലാഗിൻ്റെ കാര്യം പഠിച്ചല്ലേ, ജൂലൈ 22 1947 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നാഷണൽ സോങ് ആൻഡ് നാഷണൽ ആന്തം അക്സെപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 24 1950. നാഷണൽ സോങ് ആൻഡ് നാഷണൽ ആന്തം ഏതാണ്? നാഷണൽ സോങ്, ഇന്ത്യയുടെ നാഷണൽ സോങ് ഏതാ? വന്ദേ മാതരമാണ് നാഷണൽ സോങ്. നാഷണൽ ആന്തം ജനഗണമന, എല്ലാവർക്കും അറിയാം. ഇനി ഇങ്ങനെ 1950 ജനുവരി 26 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ അതിലുള്ള കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിനെപ്പറ്റിയാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന സെഷൻസിൽ അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ കണ്ടന്റ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ജനുവരി 26 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു ആണ് പ്രസന്റ് ചെയ്തത്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. അതുപോലെ ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആണ് ആക്ച്വലി. അപ്പോൾ ഷെഡ്യൂൾസ് എന്ന് പറയുന്ന സെപ്പറേറ്റ് കാറ്റഗറി ആണ്. അതിൽ കുറേ കാര്യങ്ങൾ, ഷെഡ്യൂൾസിൽ കുറേ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ വേണ്ട പല കാര്യങ്ങളും ഈ ഷെഡ്യൂൾസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് ഒരു ടേബിൾ ഫോമിൽ, ടാബുലാർ ഫോമിൽ സെപ്പറേറ്റ്ലി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് വരുന്ന കാര്യമാണ് പാർട്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടുകൾ, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബുക്ക് എടുത്താൽ അതിൽ പല ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ചാപ്റ്റർ 1 ഇതിനെപ്പറ്റി പറയുന്നു, ചാപ്റ്റർ 2 മറ്റൊരു കാര്യത്തെ പറ്റി പറയുന്നു. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ചാപ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതിനെയാണ് നമ്മൾ പാർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു കാര്യത്തെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും പാർട്ട്. അപ്പോൾ പാർട്ട് എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററിന് ചാപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാർട്ട്. അപ്പോൾ ഈ പാർട്ടിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾസ് വരുന്നത്. അതായത് ഒരു ചാപ്റ്ററിന്റെ ഉള്ളിൽ കുറേ സബ് ടോപ്പിക്സ് ഉണ്ടാവില്ലേ, അതുപോലെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് ചാപ്റ്ററിന് തുല്യമാണ്. ചാപ്റ്ററിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾസ് വരുന്നത്. സബ് ടോപ്പിക്കുകൾ പോലെ ആർട്ടിക്കിൾസ് വരുന്നത്. അപ്പോൾ പാർട്ടും ആർട്ടിക്കിളും ബന്ധപ്പെട്ടിരിക്കുക. അതായത് ഇപ്പോൾ പാർട്ട് 1 ഒന്നാമത്തെ പാർട്ട് ഉണ്ടെന്ന് കരുതുക. ഒന്നാമത്തെ പാർട്ടിനകത്ത് 4 ആർട്ടിക്കിളുകളുണ്ട്. 1 2 3 4. ഈ 4 ആർട്ടിക്കിൾസ് ചേരുന്നതാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്ട്രക്ചർ പറയുന്നത്. അപ്പോൾ പാർട്ട് എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സ് പോലെയാണ്. ആ ചാപ്റ്ററിനുള്ളിലുള്ള സബ് ടോപ്പിക്കുകളാണ് ആർട്ടിക്കിൾസ് എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ അമെൻമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? അമെൻമെന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ അമെൻമെന്റ്സ് എന്ന് പറയുന്നത്, ഭേദഗതി എന്ന് പറയും. അതായത് 1950 നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ 50 വർഷങ്ങൾക്കും 70 വർഷങ്ങൾക്കും ഇപ്പുറം അതുപോലെ തന്നെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. മാറ്റങ്ങൾ സമയത്തിനനുസരിച്ചിട്ട് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് അമെൻമെന്റ്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര പ്രിയാമ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു പ്രിയാമ്പിളേ ഉള്ളായിരുന്നു. എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. എത്ര പാർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 22 പാർട്ടുകൾ ഉണ്ടായിരുന്നു. എത്ര ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോഴുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 8 ഷെഡ്യൂളുകൾ, 22 പാർട്ടുകൾ, 395 ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഇത്രയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റ്സ്. അപ്പോൾ ഇനി വരുന്ന സെഷൻസിൽ നിങ്ങൾ പാർട്ടുകൾ, ആർട്ടിക്കിളുകൾ, ഷെഡ്യൂളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ? ഇനി ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് 2 കാര്യങ്ങളും കൂടെ പഠിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കണം. അത് ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. ആ PDF ഇതിനുള്ള കണ്ടന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങളത് പഠിക്കണം. അതെന്താണെന്ന് പറയട്ടെ. ആ കാര്യങ്ങളാണ് ഒന്ന് കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കമ്മിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അഡ്വൈസറി കമ്മിറ്റി, ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ വരാവൂ. അതുപോലെ തന്നെ ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ബോറോ ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റ് എന്ന ഐഡിയ ഓസ്ട്രേലിയയിൽ നിന്ന് മേടിച്ചതാണ്. അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, അതും ഓസ്ട്രേലിയയിൽ നിന്നാണ് വാങ്ങിയത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് അയർലൻഡിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെയുള്ള
ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഇനി വരുന്ന സമയങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് ഈ PDF എടുത്ത് ഈ രണ്ട് കാര്യം കൂടെ പഠിച്ചിട്ട് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കാം. 11 മണിക്കത്തെ അടുത്ത സെഷന് വേണ്ടി എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോളുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.